പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ക്ലാസ് 5 ചാപ്റ്റർ 11 വിത്തിൻ നമ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സംഖ്യകൾക്കുള്ളിൽ നോക്കാം അല്ലേ. നിങ്ങളെല്ലാവരും ടേബിൾസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? 1ൻ്റെ ടേബിള്, 2ൻ്റെ ടേബിള്, 3ൻ്റെ ടേബിളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് ഒരു 2ൻ്റെ ടേബിൾ ടീച്ചറോട് ജസ്റ്റ് ഒന്ന് എഴുതുവാണേ. ഫസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ടേബിളിൻ്റെ ഒരു ടാബുലാർ കോളം കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട, ടീച്ചർ അത് പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. 1 into 2 that is equal to 2. 2 into 2 that is equal to 4. 3 2s are 6. 4 2s are 8. 5 2s are 10. ഇങ്ങനെ പോകുമല്ലോ. അങ്ങനെ ടേബിൾസ് നിങ്ങൾ 10 വരെ പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. നിങ്ങൾ വെക്കേഷനിൽ ഇരുന്ന് 10 വരെയല്ല കേട്ടോ, ഒരു 50 വരെയൊക്കെ പഠിച്ചു. നിങ്ങൾക്ക് ഇന്നും അത് ഗുണം ചെയ്യുള്ളൂ. മുമ്പോട്ടേക്ക് ധാരാളം ടേബിൾസ് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം ടേബിൾ എടുത്ത് വെച്ച് കാണാതെ പഠിക്കുക. 50 എന്ന് പറഞ്ഞൊരു വലിയ അഹങ്കാരമായിപ്പോയോ എങ്കിൽ വേണ്ട, നിങ്ങൾ ഒരു 20ൻ്റെ വരെയുള്ള ടേബിൾസ് ബൈ ഹാർട്ട് പഠിക്കണേ വെക്കേഷനിൽ ഇരുന്ന് കേട്ടോ. എങ്കിൽ നമുക്ക് വലിയ വലിയ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ഷാർപ്പായിട്ട് പ്രോബ്ലംസ് വേഗം ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 1 into 2 ആണല്ലോ 2. 2 2s are 4. അപ്പം നമുക്ക് പറയാം, എന്ത് പറയാം, 2ൻ്റെ 2ൻ്റെ ഗുണിതമാണ് 4. 4 is the multiple of 2. 4 എന്ന് പറയുന്നത് 2ൻ്റെ ഗുണിതമാണ്. വിട്ടുപോയി. ഓക്കെ, അപ്പം ഒന്നുകൂടെ എഴുതാം, ഒന്നുകൂടെ ക്ലിയർ ആക്കി മനസ്സിലാക്കി തരാം. 3ൻ്റെ ഗുണിതമാണ് 6. അതുപോലെ എന്ത് എഴുതാം, 6 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3. 6 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ ആൻസറായിട്ട് വരുന്നവരാണ് എന്ത് നമ്മൾ പറയുന്നത്, മൾട്ടിപ്പിൾസ്, അത് ഗുണിതം, ഗുണനഫലം എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ ഗുണിക്കാൻ ഉപയോഗിച്ചവരെ എന്ത് പറയും? ഇത് 2 തവണ പറഞ്ഞിട്ടുണ്ട്, 2 കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാവും. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ ചോദിക്കുകയാണ്. 3 into 4 equal to 3 4s are 12 ആണല്ലോ. 3 4 12. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 12 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നും പറയാം. 12 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നും പറയാം. ശരിയല്ലേ? 3യുടെ ടേബിൾ എടുത്ത് വെച്ച് ചൊല്ലുമ്പോൾ 3 4s are 12 കിട്ടും. 4ൻ്റെ ടേബിൾ എടുത്ത് വെച്ച് ചൊല്ലുമ്പോൾ 4 3s are 12 കിട്ടും. അപ്പോൾ 12 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3 ഓർ 4 എന്ന് പറയുന്നത് 3ൻ്റെയും അല്ലെങ്കിൽ 3 and 4, 3ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിളാണ് ആര്? 12. ഇങ്ങനെ പറയാം, 12 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 4 and 3. 4ൻ്റെയും 3ൻ്റെയും മൾട്ടിപ്പിളാണ് 12. ഇങ്ങനെ പറയാം, 12 3ൻ്റെ ഗുണിതമാണ്. 12 4ൻ്റെ ഗുണിതമാണ്. ഇനി അങ്ങനെയാണ് എൻ്റെ ഒരു ചോദ്യം, 12ൻ്റെ ഗുണിതമാണോ 5? 5ൻ്റെ ഗുണിതമാണോ 12? അതായത് 5ൻ്റെ പട്ടിക ചൊല്ലുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 12 കിട്ടണം. കിട്ടുമോ? 5 1s are 5, 5 2s are 10, 5 3s are 15. 12 എന്ന് പറയുന്നത് 5 into 2-നേക്കാൾ വലുതും 5 into 3-നേക്കാൾ ചെറുതുമാണ്. അപ്പോൾ എന്തായാലും ഇതിന് ഇടയ്ക്ക് ആ ടേബിൾ ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ എന്ത് പറയാം? ഈ 12 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 5. 5ൻ്റെ ഗുണിതമല്ല 12 എന്ന് നമുക്ക് പറയാം. കറക്റ്റായിട്ട് ആ ടേബിളിൽ കിട്ടണം. ഇനി വേറൊരു മാർഗം പറയാം, നോക്കാം. 12നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന 3യുടെ ടേബിൾ ചൊല്ലും 3നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 4s are 12.
റിമൈൻഡർ അഥവാ മിച്ചം നമുക്കൊന്നും വരുന്നില്ല, മൈനസ് ചെയ്യുമ്പോൾ മിച്ചം ഒന്നും വരുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം എന്താണ്, ആ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഫാക്ടറാന്ന് പറയാം. ഘടകമാണ്, ആ ഘടകത്തിൻ്റെ കാര്യം പുറകെ പറയാം കേട്ടോ. അപ്പോൾ മൾട്ടിപ്പിളിൻ്റെ കേസ് മാത്രമേ ടീച്ചർ പറയുന്നുള്ളൂ. അടുത്തത് പേജ് നമ്പർ 129 ചില ചോദ്യങ്ങൾക്കുണ്ടാവും. നൗ റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് നമ്പേഴ്സ് ബിലോ ലൈക്ക് ദിസ്, മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്പിൾ ആൻഡ് ഡിവിഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഡിവിഷൻ ഫാക്ടറോട് പറഞ്ഞിട്ട് നമുക്കിത് ചെയ്യാവേ. ഡിവിഷൻ ഫാക്ടർ എന്താണെന്ന് പറയാം. ഉദാഹരണത്തിന് 12 എന്ന നമ്പർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് 3 × 4 ആണല്ലോ. അപ്പം 3 ഈസ് ദ ഫാക്ടർ ഓഫ് 12 എന്ന് പറയാം. 3 എന്ന് പറയുന്നത് 12ൻ്റെ ഫാക്ടറാണ്. 4 ഈസ് ദ ഫാക്ടർ ഓഫ് 12. മുമ്പ് പറഞ്ഞത് എങ്ങനെയാണ്? 12 ഈ 12ൽ തുടങ്ങുക. 12 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് അല്ലേ. 12 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3. ചെറുതാക്കാൻ കാണുന്നില്ലല്ലോ. 12 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നോ 12 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നോ ആണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. ഇപ്പം പറയുന്നത് എന്നാ, 3ൽ തുടങ്ങുക. 12ന് പകരം നമ്മൾ 3ൽ തുടങ്ങിയാൽ 3 ഈസ് ദ ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ, ഫാക്ടർ ഓഫ് 12. അതർവൈസ് 4 ഈസ് ദ ഫാക്ടർ ഓഫ് 12. അപ്പോൾ ഫാക്ടർ ആവാനുള്ള കണ്ടീഷൻ എന്താ? 12നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടണം? 0. അല്ലെങ്കിൽ 12നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് റിമൈൻഡർ എന്ത് കിട്ടണം? 0. അപ്പോൾ റിമൈൻഡർ 0 കിട്ടുന്ന തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും എന്താണെന്ന് പറയാം? ആ വലിയ നമ്പറിൻ്റെ ഫാക്ടറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ആ പേജ് നമ്പറിലെ ചോദ്യങ്ങളൊന്ന് ചെയ്യാം. 9, 72 എന്നീ നമ്പേഴ്സിനെ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്പിളായിട്ടും ഡിവിഷൻ ഫാക്ടറായിട്ടും എഴുതണം. അപ്പോൾ 72 മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പോവാണേ. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് എഴുതാൻ പോകും. മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ നോക്കുക, 9 × എന്താണ് 72? 9 8s are 72 എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് എഴുതുക? 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9, അല്ലെങ്കിൽ 9ൻ്റെ ഗുണിതമാണ് 72. പിന്നെ എങ്ങനെ എഴുതാം? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ എഴുതാം? 72 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8. തിരിച്ചെങ്ങനെ എഴുതാം? 8ൻ്റെ ഗുണിതമാണ് 72. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് നമ്മളവിടെ തീർന്നു. ഇനി നമ്മൾ അടുത്ത കേസ് എഴുതാൻ പോണത് ഡിവിഷൻ്റെ കേസ് എഴുതുമ്പോൾ 72 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 9, അല്ലെങ്കിൽ 72 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 8. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 72-ലല്ലേ തുടങ്ങി, അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? 9 ഈസ് ദ ഫാക്ടർ ഓഫ് 72, അല്ലെങ്കിൽ 8 ഈസ് ദ ഫാക്ടർ ഓഫ് 72. മലയാളത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 72ൻ്റെ ഘടകമാണ് 9. 72ൻ്റെ ഘടകമാണ് 8 എന്ന് വെച്ചാൽ അവരെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്ന സംഖ്യകൾ അത്രേ അർത്ഥമാക്കുന്നുള്ളൂ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 9 127. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾസ്, ആദ്യത്തെ കേസ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 9 × എന്ത് ചെയ്താലാണ് 127 കിട്ടുന്നത് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ 127നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 1s are 9, റിമൈൻഡർ എത്രയാണ്? 12 9 പോയാൽ 37. ഓ സോറി ടീച്ചറുടെ പേജ് നമ്പർ മാറിപ്പോയി. ഒരു മിനിറ്റ്, ആദ്യം നമുക്ക് പേജ് നമ്പർ 128 ചെയ്തിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. ഞാനത് ആദ്യം കയറി 129 പറഞ്ഞു പോയി. ഫസ്റ്റ് 7 and 91, അടുത്തത് 9 127, അടുത്തത് 12 136,
അടുത്തത് 15 225. ഇത്രയും ക്വസ്റ്റ്യനാണ് പേജ് നമ്പർ 128 ചോദ്യം ഇതാണ്: ചെക്ക് വെദർ ഫസ്റ്റ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് സെക്കൻഡ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ്. ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു തെറ്റുണ്ട്, തിരിച്ച് എഴുതിക്കോണം. ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് വെദർ ദ ഫസ്റ്റ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് സെക്കൻഡ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. അങ്ങനെയല്ല, വെദർ ദ സെക്കൻഡ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് എന്നാണ് തിരുത്തി എഴുതിക്കോണം കേട്ടോ. അപ്പം ഈ രണ്ടാമത്തത് ആദ്യത്തിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നറിയാനുള്ള മാർഗ്ഗം എന്താ? നമ്മൾ 91നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് കിട്ടണം? 0 കിട്ടണം. 7 1s are 7, റിമൈൻഡർ 2. 21നകത്ത് 7 3s are 21, റിമൈൻഡർ 0. നിങ്ങൾക്ക് ഡിവിഷൻ ഇങ്ങനെയല്ലാതെ വേറെ രീതിയിലാണോ നിങ്ങൾക്ക് അറിയാവുന്നത്? വേറെ രീതിയിൽ നമ്മൾ ഡിവിഷൻ പഠിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും? അതൊന്ന് ഓർപ്പിച്ച് തരാൻ വേണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ മെത്തേഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് 91 ഡിവൈഡഡ് ബൈ 7 നമ്മൾ ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക? 91നെ 10ൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 10 × 7 91 എന്ന നമ്പറിനെ നമ്മൾ ആദ്യം ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? 10 × 7. 10 × 7 എത്രയാണ്? നമുക്കറിയാം. 70യുടെ കൂടെ എത്രയോടെ കൂട്ടിയാലും 91 കിട്ടുന്നത്? 21. ഈ 21നെ നമുക്ക് 7ൻ്റെ മൾട്ടിപ്ലൈ എഴുതാൻ പറ്റുമോ? 21 = 3 × 7. സോ 2നെ നമുക്ക് 7 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. സോ അല്ലെങ്കിൽ റിമൈൻഡർ 0 വരുന്നെങ്കിൽ ഇത് സെക്കൻഡ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് ആണ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? 127. 127 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 9s are 9, 12 37. 9ൻ്റെ ടേബിളിൽ 36, 39 4s are 36 ആണ്. 9 4s are 36, റിമൈൻഡർ 1 വരും. അല്ലെങ്കിൽ നമ്മൾ മറ്റു രീതിയിൽ ചെയ്യുമ്പോൾ റിമൈൻഡർ വന്നാൽ ഇതെന്തല്ല? സെക്കൻഡ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ്. എന്നാൽ ഈ രീതി തന്നെ അങ്ങ് പറഞ്ഞു പോകാം ടീച്ചറെ. അതായിരിക്കും രണ്ടുകൂടെ പറഞ്ഞത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമായിരിക്കും. അടുത്ത 136. 136 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13നകത്ത് 12 ഒരു തവണ, 16നകത്ത് 12 ഒരു തവണ, റിമൈൻഡർ പക്ഷേ 4 വന്നു. റിമൈൻഡർ വന്നാൽ സെക്കൻഡ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ്. ദെൻ 225. 15ൻ്റെ കേസിൽ 225 ഡിവൈഡഡ് ബൈ 15. 22നകത്ത് ഒരു തവണ, 15 7, 75നകത്ത് 5, 15 7 75, റിമൈൻഡർ 0. സോ ഇവിടെ റിമൈൻഡർ 0 വന്നു. സോ ദ സെക്കൻഡ് നമ്പർ ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ 1ഉം 4ഉം മാത്രമേ കറക്റ്റായിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടീച്ചർ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാം. 12 and 156 ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്പിളായിട്ടും ഡിവിഷൻ ഫാക്ടറായിട്ടും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവിഷൻ ഫാക്ടർ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഏത് രണ്ട് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 156 കിട്ടുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 156നെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 12s are 12, റിമൈൻഡർ 3. 36നകത്ത് 12, 12 3 36. സോ 12 × 13 ആണ് 156. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്പിളായിട്ട് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? നമ്മൾ 156 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 166 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ്, എല്ലാത്തിനും ഒരേ സെൻറ്റൻസിൻ്റെ മൾട്ടിപ്പിൾ ഓഫ് 12. അതുപോലെ 166 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 13. ഇനി സെക്കൻഡ് കേസ് എങ്ങനെ എഴുതും? ഇത് ഫസ്റ്റ് കേസാണ്. ഡിവിഷൻ ഫാക്ടറായിട്ട് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? 13 ഈസ് ദ ഫാക്ടർ ഓഫ് 156. അതുപോലെ തന്നെ 12 ഈസ് ദ ഫാക്ടർ ഓഫ് 156. കുറച്ചുകൂടി ക്ലാരിറ്റി, ഇങ്ങനെ സെൻറ്റൻസായിട്ട് എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുക. മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതിയാൽ മതി? 13 × 12 = 156. രണ്ടാമത്തെ കേസ് എങ്ങനെ എഴുതിയാൽ മതി? 156 ഡിവൈഡഡ് ബൈ 13 = 12 എന്നോ 156 ഡിവൈഡഡ് ബൈ 12 = 13 എന്നോ എഴുതി നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെക്കൻഡില്ല തേർഡ് ക്വസ്റ്റ്യൻ. അടുത്ത 13 169 എങ്ങനെ എഴുതും? 13 × 13 ആണ് 169. ദെൻ 169 ഡിവൈഡഡ് ബൈ 13 = 13. ഇത്ര എഴുതിയാൽ മതിയോ? മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റുമായി ഡിവിഷൻ ഫാക്ടറുമായി. നാലാമത്തെ ചോദ്യം 25 375. മറ്റേ നമ്പർ പെട്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടായെങ്കിൽ എന്ത് ചെയ്യണം? 375 25 ഡിവൈഡ് ചെയ്യുക. 375 ഡിവൈഡഡ് ബൈ
25. 1 times 25. 7 5 കുറച്ചാൽ 2. 1 5 125 5 തവണ. സോ 5 × 125 125 0. സോ മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റായിട്ട് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? 25 × 15 is equal to 375. ഡിവിഷൻ ഫാക്ടറായിട്ട് എഴുതുമ്പോൾ 375 ഡിവൈഡഡ് ബൈ 15 ഈക്വൽ ടു 25, അല്ലെങ്കിൽ 375 ഡിവൈഡഡ് ബൈ 25 ഈക്വൽ ടു 15. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. ഒന്ന് പ്രൊഡക്റ്റ് ആക്കിയത്, ഒന്ന് ഡിവിഷൻ ആക്കിയത്. അടുത്തത് പേജ് നമ്പർ 130 ഈ 4 ചോദ്യങ്ങളാണ്. ക്യാൻ യു മെൻ്റലി കാൽക്കുലേറ്റ് ദ പ്രോഡക്റ്റ് ബിലോ? താഴെ കൊടുത്തിരിക്കുന്നവയെ മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാൻ, നമ്മൾ എഴുതി നോക്കാതെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതി നോക്കാതെയാണ് ചെയ്യേണ്ടത്, പക്ഷേ ടീച്ചർ എഴുതി കാണിക്കാം. പക്ഷേ നമുക്കത് മെൻ്റലി ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. നമ്മൾ നോക്കിയിരുന്നു. ആദ്യത്തെ ചോദ്യം 12 × 25 ആണല്ലോ. അപ്പോൾ ഈ 12 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ 6 × 2 എന്ന് എഴുതാം. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. 6 2s ഫാക്ടറാക്കി എന്താണ് പ്രോഡക്റ്റ് ആക്കിയത്, രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആക്കിയത്. 12 6 × 2 12 × 25 എന്ന് എഴുതി. നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാമല്ലോ, 2 × 25 50 എന്നറിയാലോ അല്ലേ? 6 × 15 എഴുതാലോ. 6 × 50 ഞാൻ എന്ത് എളുപ്പമാണ്. 6 5s 30 എഴുതിയിട്ട് ഈ ഒരു 0 കൂടി ഇട്ടാൽ മതി. എളുപ്പമല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 35 × 18. നിങ്ങളെപ്പോഴും ഇയാളെ തന്നെ 2 ഉള്ള നമ്പറിനെ തന്നെ മാറ്റണമെന്നൊന്നുമില്ല. ഇതിനെ വേണമെങ്കിൽ മാറ്റാം. 35നെ മാറ്റാമല്ലോ. 35നെ വേണമെങ്കിൽ അല്ല വേണ്ട, 18 തന്നെ മാറ്റാം. 35 × 18 2 × 9 എന്ന് എഴുതുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ, ശരിയല്ലേ? 2 9s 18. അപ്പോൾ 35 × 2 അറിയാം. 35 ഏതൊരു നമ്പറിനെയും × 2 ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി എഴുതുക. 35 × 2 എന്ന് പറഞ്ഞാൽ 35ൻ്റെ ഇരട്ടി എത്ര? 70 × 9. 7 9s 7 9 63. ഒരു 0 കൂടെ കൊടുത്താൽ മതി. 630. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 125 × 8 ആണ്. അപ്പോൾ നോക്കാം, ഇതിനെ നമുക്ക് 125 × 2 × 2 × 2 എന്ന് എഴുതാൻ കുഴപ്പമില്ലല്ലോ. 2 2s 4 2s 8. ശരിയല്ലേ? 125 × 2 എന്ന് വെച്ചാൽ എന്താ? 250. 250 × 2 എന്ന് വെച്ചാൽ എന്താ? 500. 500 × 2 എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ഇരട്ടി 1000. ശരിയല്ലേ? ഡബിൾ 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 കണ്ടുപോയാൽ മതി. അപ്പോൾ ആൻസർ ഈസ് 2 × 125 × 8 ഈസ് അൾട്ടിമേറ്റ് ആൻസർ എന്ന് വെച്ചാൽ 1000. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഫാക്ടേഴ്സ് എങ്ങനെ വേണമെങ്കിലുമൊക്കെ എഴുതാം കേട്ടോ, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. 125 × 24നെ 2 × വേണേൽ 12 എന്ന് എഴുതാം. 2 × 12. അടുത്ത സ്റ്റെപ്പിൽ 125 × 2 × 12നെ എനിക്ക് വേണമെങ്കിൽ 2 × 6 എന്ന് എഴുതാമല്ലോ. ദെൻ 125 × 2 എന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി എത്ര? 250. 250 × 2 അതിൻ്റെ ഇരട്ടി എത്ര? 500 × 6. 0 വരുമ്പോൾ എളുപ്പമുണ്ട്. 6 5 30. ഈ 2 0 ഇട്ട് കൊടുത്താൽ 3000 ആണ് ആൻസർ. നമുക്ക് പേജ് നമ്പർ 132 ഡിവിഷൻ ഫാക്ടർ ഉപയോഗിച്ച് ഈ 5 ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. 19 / 15. കഴിവതും നമ്മൾ മെൻ്റൽ സ്ട്രെസ്സ് കൊടുക്കാതെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഒരു കാതലായ ഉദ്ദേശം. നമ്മൾ ഒരു 15ൻ്റെ ടേബിൾ അല്ലെങ്കിൽ 18ൻ്റെ ടേബിൾ 32, ഞങ്ങളെപ്പോലുള്ള വലിയ മുതിർന്ന ആൾക്കാർ പോലും ഞങ്ങളെപ്പോഴും ഇങ്ങനെ 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ മാറി ഇപ്പോൾ കുറച്ച് ഈസി ആക്കി വരുന്നൊരു മെത്തേഡ്. നല്ല രസമുണ്ട് കേട്ടോ. ടീച്ചർക്ക് ഇത് ചെയ്തപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ 19 / 15 എളുപ്പം ചെയ്യാനുള്ള മാർഗം. 19 / 15 ഞാൻ എങ്ങനെ എഴുതുന്നതെന്നറിയോ? 3 × 5 എന്ന് എഴുതുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 90 / 3 ആദ്യം ചെയ്യുന്നു. 90 / 3 എത്രയാണ്? 3 3s തന്നെ. 19 / 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 വരുമല്ലോ. ശരിയല്ലേ? നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യത്തില്ലേ? 30 / 5 ചെയ്യാമല്ലോ. ഏതാ 5ൻ്റെ ടേബിളിൽ എപ്പോഴാണ് 30 വരാറ്? 6 5s 30. ആൻസർ ഈ 6. സിമ്പിളല്ലേ? എളുപ്പം ചെയ്യാൻ പറ്റുന്നില്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 900 / 18 എന്നാണ് ചോദ്യം. അപ്പോൾ ഞാനിത് എങ്ങനെ എഴുതും എനിക്ക് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട്? 900 /
9 ഇൻറ്റു 2 എന്ന് എഴുതിയാൽ തെറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 900 ഡിവൈഡഡ് ബൈ 9 ചെയ്യുന്നു. 900 ഡിവൈഡഡ് ബൈ 9 എത്ര? 100 അല്ലേ. അത് ഡിവൈഡഡ് ബൈ ഇതായി 2 കൂടെ ചെയ്യണം. ഫസ്റ്റ് 9 കൊണ്ട് ചെയ്തു, അതിനുശേഷം കിട്ടിയ ആൻസറിന് 2 കൊണ്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ഈസ് 50. സിമ്പിളായിട്ട് വന്നു. തേർഡ് ക്വസ്റ്റ്യൻ എത്രയാണ്? 160 ഡിവൈഡഡ് ബൈ 32. 160 ഡിവൈഡഡ് ബൈ 32. അപ്പോൾ 32നെ നമുക്ക് എങ്ങനെ എഴുതാം? 160 ഡിവൈഡഡ് ബൈ 32നെ നമ്മൾ ഡിവിഷൻ ഫാക്ടർ ആക്കി എഴുതിയാൽ 16 ഇൻറ്റു 2 എന്ന് എഴുതിയാൽ തെറ്റില്ലല്ലോ. 16 ഇൻറ്റു 2 ആണ് എന്ത്? 32. അപ്പോൾ എന്ത് ചെയ്യുക? 160 ഡിവൈഡഡ് ബൈ 16 ഈസി അല്ലേ? 10. പിന്നെ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ 168 ഡിവൈഡഡ് ബൈ 24. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്ത് കാണിക്കാമേ. 168 ഡിവൈഡഡ് ബൈ 24ന് വേണമെങ്കിൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 2s are 4 2s are 8 ഇൻറ്റു 3 വേണമെങ്കിൽ എഴുതാം അല്ലേ. അപ്പം ഡിവൈഡഡ് ബൈ ഇൻറ്റു 2 ചെയ്യുകയാണെങ്കിൽ ഇരട്ടി എഴുതി പോകാമെന്നല്ലേ. അപ്പോൾ 168 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ പകുതി എഴുതി പോയാൽ മതി. 168ൻ്റെ പകുതി കണ്ടുപിടിക്കുന്ന കഴിഞ്ഞാൽ 16ൻ്റെ പകുതി 8, 8ൻ്റെ പകുതി 4. വീണ്ടും ഈ ഒരു 2ൻ്റെ കേസ് കഴിഞ്ഞു. അടുത്ത 84 ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ വേണ്ടി ഈ 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ അവിടെ ഹാഫ് എഴുതിയാൽ മതിയല്ലോ. 8ൻ്റെ പകുതി 4, 4ൻ്റെ പകുതി 2. അപ്പോൾ ഈ 2ൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്ത മൂന്നാമത്തെ 2 ആരാണ്? 42 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ എന്താ? 42ൻ്റെ പകുതി എഴുതുക എന്നർത്ഥം. ഈ 2 എടുക്കുമ്പോൾ 42ൻ്റെ പകുതി 4ൻ്റെ പകുതി 2, 2ൻ്റെ പകുതി 1. ഇനി ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട്. ഏറ്റവും ലാസ്റ്റ് എത്തി 3യുടെ ടേബിളിൽ 21 വരുന്നത് ചെയ്താലും മതി. എത്രയാണ്? 7 3s are 21. ആൻസർ ഈസ് 7. കണ്ടോ? അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇതൊക്കെ പല ആവർത്തി കണ്ട് ചെയ്ത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, എങ്കിലേ എളുപ്പം കിട്ടത്തുള്ളൂ. കണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഈസി ആയിട്ട് തോന്നുമെങ്കിലും ചെയ്ത് പഠിച്ചെങ്കിലേ കാര്യമുള്ളൂ. അപ്പോൾ 210 ഡിവൈഡഡ് ബൈ 42 ഇത്രയും തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യൻ പോലെ ലെങ്തി വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒറ്റയടിക്ക് ചെയ്യാമോ എന്ന് നോക്കുക. 42നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞ് എഴുതി പോവാതെ 42നെ എങ്ങനെ എഴുതാം? 210 ഡിവൈഡഡ് ബൈ 21 ഇൻറ്റു 2 എന്ന് എഴുതാൻ തെറ്റില്ലല്ലോ. അപ്പം 210 ഡിവൈഡഡ് ബൈ 21 എത്രയാണ്? 21 കട്ട് ചെയ്താൽ 1 വരും, 10 വരും. ദെൻ ഡിവൈഡഡ് ബൈ ഈ 2 മിച്ചമുണ്ട്. ബാക്കി ആൻസർ ഈസ് 5. ഓക്കെ. കുട്ടികളിൽ കുറേ ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികൾക്ക് വർക്ക്ഷീറ്റായിട്ടൊക്കെ കൊടുത്തെങ്കിൽ കുട്ടികളിൽ ഇത് തറവാകത്തുള്ളൂ. നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈസി ആണെങ്കിലും കുട്ടികൾ ധാരാളം ചോദ്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അത് എളുപ്പമാകത്തുള്ളൂ കേട്ടോ. അടുത്തത് ഈ ടെക്സ്റ്റ് ബുക്കിലെ പേജിലെ 134 ക്വസ്റ്റ്യനാണ്. അതായത് ആ ചാപ്റ്ററിലെ ലാസ്റ്റ് പേജാണ്. റിമൂവിങ് കോമൺ ഫാക്ടർ ടു ഫൈൻഡ് ദ ക്വസ്റ്റ്യൻ്റ് കേട്ടോ. കോമൺ ഫാക്ടർ കളഞ്ഞുകൊണ്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്തുക. അതും എളുപ്പമാണ്, ചെയ്ത് നോക്കാം. ടീച്ചർ ടെക്സ്റ്റ് ബുക്കിലെ ആ കോളം വരച്ചുള്ള മെത്തേഡ് പറയാതെ തന്നെ വേറൊന്നും പറയാം. 600 ഡിവൈഡഡ് ബൈ 150 ആണല്ലോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഈ 600 ഡിവൈഡ് ബൈ 150നെ ടീച്ചർ ഇങ്ങനെ എഴുതുന്നു. 600 ഡിവൈഡഡ് ബൈ 150. കുഴപ്പമില്ലല്ലോ. ഇനി 6ൻ്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം. ആരൊക്കെയാണ്? 2 ഇൻറ്റു 3, പിന്നെ 2 0 ഉള്ളതുകൊണ്ട് നീ ഇൻറ്റു 100. 100ന് വേണമെങ്കിൽ 10 ഇൻറ്റു 10 എഴുതാൻ തെറ്റില്ലല്ലോ. 10 ഇൻറ്റു 10 ആണല്ലോ 100. അങ്ങനെ എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ ചിഹ്നം എഴുതുന്നു. ദെൻ 150നെ ടീച്ചർ 3 ഇൻറ്റു 5 കുഴപ്പമില്ലല്ലോ. ദെൻ ഇൻറ്റു 10 എന്ന് എഴുതി. ഇനി റിമൂവലാണല്ലോ, നമുക്ക് കോമൺ ടേംസ് റിമൂവ് ചെയ്യാമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോമൺ ടേംസ് ഈ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 10 ഉണ്ട്. അതിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുക മീൻസ് കളയുക, എടുത്ത് ദൂരോട്ട് കളയുക. ഇനി ഇവിടെ ആരുണ്ട് കോമൺ ആയിട്ട് ഒരുപോലെയുള്ളത്? ഇത് രണ്ടും ഒരുപോലുണ്ട്. ബാക്കി നമുക്ക് റിമൈനിങ് ഉള്ളത് 2 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 5 ആണ്. ഇനി നമുക്ക് ഫാക്ടർ ആക്കാമല്ലോ, ഡിവിഷൻ ഫാക്ടർ ആക്കാം. 10നെ ഇതിനെ ഡിവിഷൻ ഫാക്ടർ ആക്കാൻ ഇനി പറ്റില്ല, ഇത് പറ്റില്ല, ഇതിനെ പറ്റും. 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു
10നെ 2 ഇൻറ്റു 5/5 എന്ന് എഴുതാമല്ലോ. ഇവിടെ റിമൂവ് ചെയ്യുക, സെയിം ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ബാക്കി ആൻസർ ഈസ് 2 2s are 4. അപ്പോൾ 600 ഡിവൈഡഡ് ബൈ 150 എന്ന് പറഞ്ഞ ആൻസർ ഈസ് 4 ആണ്. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇനി ടീച്ചർ ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡിലും പറയാം, ടീച്ചറുടെ മെത്തേഡിലും പറയാം, രണ്ട് മെത്തേഡിലും പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 900 ഡിവൈഡ് ബൈ 80 ചെയ്യുന്നല്ലോ. ഈ 180നെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കുന്നത് എങ്ങനെ? 180 എന്ന് വെച്ചാൽ 90 ഇൻറ്റു 2 അല്ലേ? അപ്പം ഫസ്റ്റ് നമ്മൾ 900നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 900 ഡിവൈഡഡ് ബൈ 90. അപ്പോൾ എന്ത് വരും ആൻസർ? 100 വരും. ശരിയല്ലേ? ദെൻ 100 ഡിവൈഡഡ് ബൈ 2. അടുത്ത എത്ര? ഇവിടെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട്. 100 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 900. ഒരു മിനിറ്റ്. 900 ഡിവൈഡഡ് ബൈ 90 മീൻസ് 10 ആണ്. ദെൻ 10 ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ 5 വരും. ഈ ടീച്ചറുടെ മെത്തേഡ്, പഴയ മെത്തേഡ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് അത് എളുപ്പമാണെങ്കിൽ അത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡ് തന്നെ ചെയ്തു. എന്ത് ചെയ്യുക? 900 ഡിവൈഡഡ് ബൈ 180 നമ്മൾ എഴുതുന്നു. ദെൻ 900നെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കി എഴുതി. 9നെ 9 ഇൻറ്റു 100 എന്നോ അല്ലെങ്കിൽ 10 ഇൻറ്റു 10 എന്നോ എന്തെങ്കിലും എഴുതുക. ഇനി 18നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 9 ഇൻറ്റു 10 എന്ന് എഴുതാം. 2 ഇൻറ്റു 9 18 ഇൻറ്റു 10 180 കിട്ടും. കറക്റ്റ് അല്ലേ? ഒരേപോലുള്ളത് റിമൂവ് ചെയ്തു, ഇതും റിമൂവ് ചെയ്തു. ബാക്കി റിമൈനിങ് 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 ആണ്. ഇനി എന്ത് ചെയ്യുക? 100നെ നമുക്ക് എങ്ങനെ കോമൺ ആക്കാം? 100നെ നമുക്ക് വേണമെങ്കിൽ 10 ഇൻറ്റു 10 എന്ന് എഴുതാമല്ലോ. 10 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10. ഈ ഒരേപോലുള്ളത് റിമൂവ് ചെയ്തു. ബാക്കി ഇനി എന്തുണ്ട്? 10/2. 10നെ വേണമെങ്കിൽ നമുക്ക് 2 ഇൻറ്റു 5 എന്ന് എഗെയിൻ എഴുതാമല്ലോ. താഴെ ഒരു 2 ഉണ്ട്. ഇവിടെയും കോമൺ ഉള്ളത് പുറത്തെടുത്തു എന്നല്ല, റിമൂവ് ചെയ്ത് കളഞ്ഞു. സോ ദ ഫൈനൽ ആൻസർ ഈസ് 5. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ് ഫസ്റ്റ് പറയാം. 75നെ നമ്മൾ ഫാക്ടർ ആക്കുന്നു. 75 മീൻസ് 15 ഇൻറ്റു 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ 225നെ എന്ത് ചെയ്യുക? 225 ഡിവൈഡഡ് ബൈ 15 ചെയ്യുന്നു. സോ ആൻസർ ഈസ് 15 വരും. ആ 15നെ അഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഫൈനൽ ആൻസർ ഈസ് 3 എന്ന് വരും. ഇനി അത് നമ്മളുടെ മെത്തേഡിലൊന്ന് ചെയ്യാം. 225 ബൈ 75 ആണല്ലോ. നമ്മളതിന് 5ൻ്റെ ഫാക്ടേഴ്സ് ആക്കി എഴുതുമ്പോൾ 5 ഇൻറ്റു അല്ലെങ്കിൽ 15 ഇൻറ്റു 15 ആണ് എന്ത്? 225 ഡിവൈഡഡ് ബൈ 75 എന്ന് വെച്ചാൽ 3 ഇൻറ്റു 15. അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ള ഈ 15 പോവും. ബാക്കി അഗെയിൻ 15നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 5 ബൈ 3. അപ്പോൾ ഈ 2 3യും ഈ 3യും കട്ടായി പോവും. ബാക്കി എന്ത് വരും? ആൻസർ ഈസ് 5. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 420. ഫോർത്ത് ക്വസ്റ്റ്യൻ 420 ഡിവൈഡഡ് ബൈ 105. 420നെ നമുക്ക് അറിയാവുന്ന രീതിയിലേക്ക് മാറ്റാം. 2 ഇൻറ്റു 210 ഡിവൈഡഡ് ബൈ 105. എഗെയിൻ വേണമെങ്കിൽ ഈ 210ൻ്റെ പകുതി എടുക്കാമല്ലോ. 2 ഇൻറ്റു 2 ഇൻറ്റു 105 ഡിവൈഡഡ് ബൈ 105. താഴെയുള്ള ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റിമൂവ് ചെയ്യാം. കണ്ടോ? ഇത് 2 റിമൂവ് ചെയ്താൽ ഫൈനൽ ആൻസർ ഈസ് 4. 2 2s are 4 ആണ് ആൻസർ. ഓക്കെ, വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് നോക്കി പരീക്ഷ എളുപ്പമാക്കാൻ നോക്കണം കേട്ടോ. ഓക്കെ.